പശ്ചിമേഷ്യയിൽ നടക്കുന്ന യുദ്ധം 3 ആഴ്ച കൂടി നീളുമെന്ന് റിപ്പോർട്ടുകൾ. 3 ആഴ്ച കൂടി ഇറാനിൽ യുദ്ധം നടത്തുന്നതിന് വിശദമായ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടെന്നും ആവശ്യമെങ്കിൽ നീട്ടാനുള്ള പദ്ധതിയും സജ്ജമാണെന്നും ഇസ്രയേൽ സൈന്യം കഴിഞ്ഞ ദിവസം അറിയിച്ചു. ഇസ്രയേലിനെ ഭീഷണിപ്പെടുത്താനുള്ള ഇറാന്റെ ശേഷി ദുർബലമാക്കുകയാണ് യുദ്ധത്തിന്റെ ലക്ഷ്യമെന്ന് ഇസ്രയേൽ സേനാ വക്താവ് ലഫ്റ്റനന്റ് കേണൽ നദവ് ഷോഷാനി പറഞ്ഞു. ബലിസ്റ്റിക് മിസൈലിനു വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ, ആണവ സംവിധാനങ്ങൾ, മറ്റ് സുരക്ഷാ സൗകര്യങ്ങൾ എന്നിവയ്ക്ക് നേരെ ആക്രമണം നടത്തുന്നത് ഇതിനായാണെന്നും പറഞ്ഞു. 1.10 ലക്ഷം കരുതൽ സൈനികരെ ദൗത്യത്തിന് തയ്യാറാക്കിയിട്ടുണ്ടെന്നും ഇനിയും ആയിരക്കണക്കിന് ലക്ഷ്യങ്ങൾ ആക്രമിക്കാനുണ്ടെന്നും അറിയിച്ചിട്ടുണ്ട്. അതിനിടെ ഞായറാഴ്ച രാത്രി മെർകാസി, മഹല്ലത്ത്, ഖൊമേയിൻ, അറാഖ് എന്നിവിടങ്ങളിൽ ഇസ്രയേൽ ആക്രമണം നടത്തി. തിങ്കളാഴ്ച ടെഹ്റാൻ, ഷിറാസ്, തബ്രിസ് എന്നിവിടങ്ങളിലായിരുന്നു ആക്രമണം. ഇസ്രയേലിലെ ടെൽ അവീവ് ലക്ഷ്യമിട്ട ഇറാൻ മിസൈൽ അയച്ചു. ജെറുസലേമിനെ ലക്ഷ്യമിട്ടയച്ച മിസൈൽ ജൂതമതവും ക്രിസ്തുമതവും ഇസ്ലാം മതവും പാവനമായി കരുതുന്ന ടെമ്പിൾ മൗണ്ടിനടുത്തെത്തിയെന്ന് ഇസ്രയേൽ പോലീസ് പറഞ്ഞു. ആകാശത്ത് വെച്ച് തകർത്ത മിസൈലിന്റെ അവശിഷ്ടം പുണ്യഭൂമിയുടെ പരിസരത്ത് പതിച്ചെന്നും കൂട്ടിച്ചേർത്തു. അബുദാബിയിൽ യുഎസിന്റെ അൽ ദർഫ വ്യോമതാവളവും ബഹ്റൈനിലെ യുഎസ് നാവിക താവളവും വ്യോമതാവളവും ആക്രമിച്ചെന്നും അറിയിച്ചു. അതേസമയം നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് ഇറാൻ. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിൽ ഒരു തരത്തിലുമുള്ള കീഴടങ്ങലിനും ഇറാൻ തയ്യാറല്ലെന്നാണ് പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ വ്യക്തമാക്കിയത്. തങ്ങൾക്കെതിരെ ആക്രമണം നടത്തുന്നതിനായി മേഖലയിലെ അയൽ രാജ്യങ്ങളിലുള്ള അമേരിക്കൻ സൈനിക താവളങ്ങൾ ഉപയോഗിക്കുന്നത് അനുവദിക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഇറാന്റെ മണ്ണിൽ ഭാവിയിൽ ആക്രമണം ഉണ്ടാവില്ല എന്ന ശക്തമായ ഉറപ്പില്ലാതെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് ചർച്ച പോലും സാധ്യമല്ലെന്നാണ് നിലപാടും. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ആക്രമണങ്ങളെ സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശം തങ്ങൾക്കുണ്ടെന്നും ഇറാൻ ആവർത്തിച്ചു പറയുന്നുണ്ട്. അതേസമയം ഹോർമുസ് കടലിടുക്കിന്റെ പ്രയോജനം ഏറ്റവും അനുഭവിക്കുന്ന രാജ്യങ്ങളോട് അത് തുറക്കാൻ സൈനിക സഹായം അഭ്യർത്ഥിച്ച യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈന യാത്ര മാറ്റിയേക്കുമെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. മാർച്ച് 31 മുതൽ ഏപ്രിൽ 2 വരെ നിശ്ചയിച്ചിരിക്കുന്ന കൂടിക്കാഴ്ചയ്ക്ക് മുൻപ് ഹോർമുസ് തുറക്കാൻ ചൈന സഹായിക്കുമെന്നാണ് കരുതുന്നതെന്നും പറഞ്ഞു. അതേസമയം ഹോർമുസിലേക്ക് നാവികസേന അയക്കില്ല എന്ന് ജപ്പാനും ഓസ്ട്രേലിയയും യൂറോപ്യൻ രാജ്യങ്ങളായ ബ്രിട്ടൻ, ജർമ്മനി, ഗ്രീസ്, ഇറ്റലി, ലക്സംബർഗ് എന്നിവയും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ യുഎഇയെ ഇറാന്റെ ആക്രമണത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായി നിരീക്ഷണ വിമാനവും മിസൈലുകളും പശ്ചിമേഷ്യയിലേക്ക് അയച്ചേക്കുമെന്ന് ഓസ്ട്രേലിയ കൂട്ടിച്ചേർക്കുന്നുമുണ്ട്. ചെങ്കടലിലുള്ള യൂറോപ്യൻ യൂണിയന്റെ നാവിക ദൗത്യം ഹോർമുസിലേക്ക് നീട്ടുന്നതിനെക്കുറിച്ച് ആലോചിക്കുമെന്ന് യൂറോപ്യൻ കമ്മീഷൻ പറഞ്ഞിരുന്നു. ഈ സാഹചര്യത്തിലാണ് ജർമ്മനി, ഗ്രീസ്, ഇറ്റലി, ലക്സംബർഗ് എന്നീ രാജ്യങ്ങൾ എതിർപ്പ് അറിയിച്ച് രംഗത്ത് വന്നത്. ഹോർമുസ് കടലിടുക്കിലെ സൈനിക നീക്കങ്ങളിൽ പങ്കുചേരില്ലെന്ന നിലപാട് വ്യക്തമാക്കി സ്പെയിനും രംഗത്തെത്തി. ഇറാനെതിരെയുള്ള അമേരിക്ക-ഇസ്രയേൽ യുദ്ധം നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സ്പെയിൻ പ്രതിരോധ വിദേശകാര്യ മന്ത്രിമാർ ഈ തീരുമാനം അറിയിച്ചത്. നിലവിലെ സംഘർഷം അവസാനിപ്പിക്കുന്നതിനാണ് മുൻഗണന നൽകേണ്ടതെന്നും അല്ലാതെ താൽക്കാലിക പരിഹാരങ്ങൾക്കല്ല സ്പെയിൻ പ്രാധാന്യം നൽകുന്നതെന്നും പ്രതിരോധ മന്ത്രി മാർഗരിറ്റ റോബിൾസ് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.